അങ്കിളെ ഇന്ന കാപ്പി. ആ മോള് രാവിലെ എണീറ്റോ? ആ അങ്കിളെ. എങ്ങനെയാ ഇവിടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ അങ്കിളെ. മോൾ എന്നെ അങ്കിളേന്നൊന്നും വിളിക്കണ്ട, അച്ഛാന്ന് വിളിച്ചാ മതി. ചച്ചു എണീറ്റില്ലേ മോളെ? ഇല്ല, അവളെ എണീറ്റിട്ടില്ല. എണീറ്റാലല്ലേ അത്ഭുതം. ഓഹോ, ഇപ്പൊ ഞാൻ കളത്തിന് പുറത്തായോ? അല്ല, എന്ത് പറ്റി? നേരത്തെ ആണല്ലോ, ഇന്ന് ഞായറാഴ്ചയാണേ. അയ്യ, എന്നെ സൂര്യ ഒന്ന് വിളിച്ചായിരുന്നു രാവിലെ, ഒന്ന് കാണാൻ പോയതാ. കൊറേ ആയില്ലേ പുള്ളിക്കാരനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? തൊട്ടാ പൊള്ളുന്ന പനിയാണേ, തൽക്കാലത്തേക്ക് ഒരു പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചന്ദ്രനുമായിട്ട് ഇപ്പൊ നല്ല ടേംസിലെല്ലാന്നും പറഞ്ഞു. അങ്ങളെ അല്ല അച്ഛാ, അച്ഛൻ എപ്പോഴാ പട്ടാളത്തിൽ ജോയിൻ ചെയ്തേ? ഓൾഡ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തരുമോ? അയ്യപ്പ, നിനക്ക് വേറെ ഒന്നും ചോദിക്കാൻ കിട്ടിയില്ലേ? മക്കളായ അങ്ങനെയാ, ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞിരിക്കണം. കേട്ടാ തോന്നുന്നു ഇതൊക്കെ എക്സാമിൽ ചോദിക്കാണ്. കണ്ടോ തറുതല പറയുന്ന കണ്ടോ? എന്റെ അമ്മമോളെ, എവിടെന്ന് കിട്ടി നിനക്കിതിന്? അച്ഛൻ കഥ പറഞ്ഞതാ. ആ, അപ്പോ 1980 എന്ത് മനുഷ്യ നിങ്ങക്ക്? എന്റെ മക്കളെയൊക്കെ നിങ്ങൾ വഴി തെറ്റിക്കോ? ഇതിപ്പോ എവിടുന്ന് വന്ന്? ആ കുട്ടി അറിവില്ലാണ്ട് ചോദ്യം ചോദിച്ചു എന്ന് വെച്ചിട്ട് എന്തിന്റെ കേടാ നിങ്ങക്ക്? നിങ്ങളെങ്ങാനും അവർക്ക് ഇല്ലാക്കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പെണ്ണിന്റെ മാനസിക നിലയെ തെറ്റി ആര് സമാധാനം പറയും? അല്ലേലേ അച്ഛനും മക്കൾക്കൊക്കെ പ്രാന്താ. മോളെ, നീ അങ്ങനെ പറയുന്നൊന്നും കേക്കണ്ട കേട്ടോ, അനുഭവം കൊണ്ട് പറയാ. മാമി, പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. വന്നല്ലോ ആദ്യത്തെ പ്രാന്തൻ. ഇവിടുത്തെ പ്രാന്തന് പിന്നെ ആസനത്തെ വെയിലടിച്ചാലേ എണീക്കാൻ പറ്റുള്ളൂ. അവനിപ്പോ അങ്ങനെ സൂചിച്ചിറങ്ങണ്ട. എടാ കിച്ചു, മോളെ, ആ പോന്നതാണ് എന്റെ ആദ്യത്തെ അവസാനത്തെയും ഗ്രനേഡ്. എവിടെട്ടാലും പൊട്ടും. അല്ല, ഇന്നാര് യുദ്ധത്തിന് തുടക്കം കുറിച്ചേ? വന്നല്ലോ അടുത്ത പൊട്ടൻ. അച്ഛനല്ലാണ്ട് ആര്? അച്ഛനൊരു ബോംബ് എറിഞ്ഞതാ, അമ്മ അത് തടഞ്ഞു. എന്ത് മാമ നിങ്ങക്ക് രാവിലെ തന്നെ? വാ മോളെ, ഇവര് പറയുന്നൊന്നും കാര്യാക്കണ്ട. എടാ ജഗ്ഗു, നിനക്ക് കേക്കണോ എന്റെ കഥലകഥ? നോ താങ്ക്സ് മാമ, ഞാൻ എന്തിനാ കുഴിയാന്ന് അറിഞ്ഞിട്ടും പിന്നെ അതിലേക്ക് ചാടാൻ നിക്കുന്നേ? ഓ, വരാത്തോര് വരണ്ട. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ? അപ്പൊ പണ്ട് 1980 നശിപ്പിച്ച് ദൈവമേ, എന്റെ പെങ്ങൾക്ക് നല്ല ബുദ്ധി കാണിച്ചു കൊടുക്കണേ. എടാ വാടാ, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കണ്ടോ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടോ? എന്റെ ഒറ്റ ചവിട്ടനേ ഉള്ളു അവൻ. എടാ ദാസപ്പന്റെ മോനെ, എണീക്കടാ അവിടുന്ന്. ഓ, എന്ത് ശല്യ പെണ്ണുങ്ങളെ കൊണ്ട്, ഒരു സമാധാനം തരാത്ത തള്ള. തള്ള നിന്റെ. എണീക്കടാ വാൽമക്കരിക്കുണ്ടാ കുഞ്ഞെ. നീ എണീറ്റില്ലെങ്കിൽ നെടുമ്പുറം നോക്കി ഞാനൊന്ന് തരും. പോ അവിടുന്ന്, ഒരു ചെവിന് ടയപ്പ് അടിച്ചു പോലെ ഇങ്ങനെയാണ്. മോനെ കിച്ചു, ആ നേത്രങ്ങൾ തുറക്കാൻ ഈ ഭവതി എന്താണ് തരേണ്ടത്? ചെക്ക സമ്മതിക്കൂല. ജനു കൂടാം. അടുത്ത ബെല്ലോട് കൂടി താഴോട്ട് വന്നില്ലെങ്കിൽ നിനക്ക് എന്നേക്കുമായി സസ്പെൻഷൻ ലഭിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ജാനകി മോഹൻദാസ് പോയിക്കൊള്ളുന്നു. എന്തിനാ ദൈവമേ എന്നോടിങ്ങനെ? ഡോലും പോലും രാവിലെ തന്നെ ഉണ്ടല്ലോ. എന്താടാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? അമ്മേ, എന്താ ഇവിടെ ഒരു നിശബ്ദത? ചെവി അടപ്പിക്കുന്ന ശബ്ദത്തിൽ ജീവിതം അടുപ്പിക്കുന്ന ആരോപണങ്ങൾ കേട്ടുകൊണ്ടാണ് താരം ഉറക്കം ഉണർന്നതു തന്നെ. അതൊന്നും ലെവലേശം ബാധിക്കാത്ത തരം പേസ്റ്റും ബ്രഷും കയ്യിലെടുത്ത് തന്നെ പെട്ടെന്നാണ് അറിയാതെ പറഞ്ഞു പോയൊരു തർക്കുത്തരം വാക്യത്തിൽ പ്രയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞൊടിയിടയിൽ നായകൻ അമ്മയെ നോക്കിക്കൊണ്ടൊരു പുച്ഛഭാവം കാട്ടി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അടുത്തിരുന്ന ചിരവ കൊണ്ട് മുട്ടിന് താഴെ നല്ല രണ്ടെണ്ണം കിട്ടി. പക്ഷേ ഇതൊക്കെ ഭാഗ്യമായി കാണാൻ നമ്മുടെ നായകന് പറ്റുമെന്ന് പ്രേക്ഷകർക്കറിയാം. ശരിയാ, ഇതിലും വലുത് എന്താ വരാനിരുന്നേ നിനക്ക്? നന്ദു, സാറേ ജഹാംസെ അച്ഛ, ഹിന്ദു സിദ്ധു ഹമാര. ഫാമിലി സെറ്റപ്പ് മൊത്തത്തിൽ ശരിയല്ല. അന്ന് ഇരുട്ടത്ത് അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ലായിരുന്നു. അമ്മേ ദോശ. ഇന്ന് ദോശയല്ല മോനെ, നല്ല ചൂട് പുട്ട. ഇവിടെ എല്ലാവർക്കും വട്ടായോ? മൊത്തം ഞാൻ ഉറക്കത്തുനിന്ന് എണീച്ചില്ലേനി? എണീറ്റു. എന്താടാ ഈ കൊച്ചു വീട്ടിൽ നടക്കുന്നത്? എന്തൊക്കെയാടാ? നിങ്ങൾ എന്താ ഞെട്ടാത്തെ?
ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. അപ്പൊ നേരത്തെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അല്ലേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്താ മോനെ? ഏയ് ഒന്നുമില്ല. എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ പോകുന്നൊക്കെ ഒരു തോന്നല്. എല്ലാം വന്നു കയറി അമ്മു പറഞ്ഞ. എടി, മോഹനച്ഛൻ ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടൊക്കെ ഉണ്ടല്ലേ? ബെസ്റ്റ്. കൊല്ലുക മാത്രല്ല, പിന്നെ നീ ആരോടും പറയരുത്. ഞാനൊരു സീക്രട്ട് പറയാം. ഇല്ല. എന്താ? അച്ഛനൊരു എനിമീന്റെ കയ്യും കാലും ഒടിച്ചിട്ട് അയാള് വടിയായപ്പോ ആ കൈയിന്റെയും കാലിന്റെയും എല്ലാം ഊരിയെടുത്തു. അതിപ്പോ എവിടെയാന്നറിയോ? എന്നിട്ട് നിനക്ക്? ഇല്ല. എവിടെയാ? അച്ഛന്റെ പഴയ ഡ്രങ്ക് പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും? ഇങ്ങനൊരു വെടല. ഈ കാണുന്ന ലുക്കും ആരോഗ്യം മാത്രമേ ഉള്ളൂ. നീ മൊത്തത്തിലൊരു കൊട്ടത്തേങ്ങയാണല്ലോ. നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ നടക്കുന്നു? അപ്പൊ ഇല്ലേ? അയ്യ മോള് ബാ, നമുക്കൊരു വില്ലേജ് ടൂറിന് പോയിട്ട് വരാം. എന്താടാ ജഗു നീ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ലടാ, വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. അപ്പൊ എന്തേലും ആലോചിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പാണ് എന്താലോചിക്കുന്ന അറിയണ്ടായേ. പിന്നെ അതാലോചിച്ചോണ്ടിരുന്നതാ. എന്ത് തേങ്ങയുടെ ഈ പറയുന്നേ? അതായത് ദാസപ്പൻകുട്ടി, വേണ്ട, എനിക്ക് ഒന്നും കേക്കണ്ട. അണ്ണാര കണ്ണ ഓടിവ, കണ്ണാൻ തുമ്പി പാറിവ, കൂടണയാൻ തിടുക്കമെന്താടോ തക്കിട തക്കിട. ദേ നീ എങ്ങോട്ടാണ് ഈ പറക്കുന്നേ? ഞങ്ങളൊരു വില്ലേജ് ടൂർ എടുത്തിട്ട് വരാം. ഞങ്ങൾ മീൻസ് ഞാനും അമ്മു. ഓ, ആ കുരുട്ടടക്കം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അമ്മു വേഗം വാ. ഇപ്പൊ പോയ പുഷ്പേടന്റെ പശുവിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. വന്നല്ലോ, പോകാ. യാ ബേബി. ബേബി? എടാ നന്ദു, നീ പറഞ്ഞ പോലെ അവള് വല്ല ഇനി പറ്റൂല, ഞാൻ സമ്മതിക്കൂല. അതൊക്കെ നിന്റെ സമ്മതം ആർക്ക് വേണം? കിച്ചു, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ബുദ്ധി ഇല്ല എന്നുള്ളത് ശരിയാ നമുക്ക്. പക്ഷെ ഇങ്ങനെ ഓരോ സംശയമായിട്ട് അവളുടെ അടുത്ത് ചെല്ലാൻ നിൽക്കരുത്. അവള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. പ്രത്യേകിച്ച് നിന്റെ അനിയത്തിന്റെ അടുത്ത്. അവളെ കയ്യിൽ നിന്ന് കിട്ടിയ പിന്നെ ഏത് കുടക്കിയാ കിളി വറക്കാന്നറിയില്ല. വെയിറ്റ്, അവള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? അവള് പറഞ്ഞു. എപ്പോ? ഇന്നലെ. ശരി, അതിന്റെ ഇടയ്ക്ക് നീ ലൈൻ ഇടാൻ നോക്കിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാ കൊളുത്താൻ പറ്റുമോ നോക്കി. പക്ഷെ ചച്ചു ആ ലൈൻ അങ്ങ് കട്ട് ചെയ്തു. ഹായ്, അതെനിക്ക് ഇഷ്ടായി. അവളായിരിക്കില്ലേ അപ്പൊ കൂട്ടിലെ കിളീനൊക്കെ തുറന്നു വിട്ടെ? മനസ്സിലായില്ലേ? നീ പറഞ്ഞത് ഫ്രഞ്ച് ആണല്ലോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും കിളി തിരിച്ചു വന്നായിരുന്നോ? ഫസ്റ്റ് ഹാഫില് പോയത് അറിഞ്ഞു. ഇന്റർവെല്ലില് തൊട്ട് സെക്കൻഡ് ഹാഫ് വരെ എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും ഓർമ്മയില്ല. ഓഹോ, അപ്പൊ ഒന്നല്ല 2 കിട്ടിയില്ലേ? ഇനി മേല എന്റെ ഉൾക്കണ്ണുകൊണ്ട് പോലും അവളെ വേറൊരു രീതിയിൽ കാണരുതെന്നും പറഞ്ഞ് സത്യം ഇടിപ്പിച്ചു. അവക്ക് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇവളാര്? പട്ടാളം പുരുഷോ? എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട് അവളെ കുറിച്ച്. നമുക്ക് അവരൊന്ന് ഫോളോ ചെയ്താലോ? എന്തിന്? നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നേ. നിങ്ങള് വരുന്നുണ്ടേ, വാ. ഞാൻ എന്തായാലും പോകും. ഇവന്റെ ഒടുക്കത്തൊരു സംശയം. ഞാനില്ല. എന്നാ ഞാൻ പോകുക. അല്ലേ നമ്മക്കും പോയാലോ? ചച്ചു അവന്റെ പേരില് പുതിയ സിനിമ റിലീസ് ചെയ്ത് നേരിട്ട് കണ്ട റിവ്യൂ കൊടുക്കാലോ. ശരിയാ, കുറച്ച് വെറൈറ്റി പക്ഷികൾ ഓർക്കുന്ന സീൻ കാണാൻ യോഗ ഉണ്ടായാലോ അല്ലെ? എടാ, എന്ന് ഞങ്ങളുണ്ട്, നീ ഒറ്റയ്ക്ക് പോണ്ട. ഇവരെന്തായി കാണിക്കുന്നേ? റീലെടുക്ക, കണ്ടില്ലേ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു തങ്കമണി വ്ലോഗ്സ്. അയ്യേ, എന്റെ പെങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോയോ? അറ്റ്ലീസ്റ്റ് ഒരു നല്ല പേരെങ്കിലും ഇടായിരുന്നു ഈ പെണ്ണിന്. നിന്റെ അല്ലേ പെങ്ങൾ? അതാരടാ ചെക്കൻ? ഏത് ചെക്കൻ? അത് ശ്രീരാഗേട്ടനാ. ചെക്കനൊന്നല്ല, 10-27 വയസ്സുണ്ട്. എന്തായാലും കാണാൻ കൊള്ളാം. നീ പറഞ്ഞില്ല? ആരും പറഞ്ഞില്ല? നോ, പോടാ. ദേ അവര് കൈ കൊടുക്കുന്നു. ഇവള് ഇത്രയ്ക്ക് ഫേമസ് ആണോ? അയ്യോ, കൈ വേണം എന്റെ പെണ്ണ്. എന്തോന്ന്? എന്റെ പെങ്ങളെന്ന് പറയായിരുന്നു. നിങ്ങളെ കണ്ണിൽ എന്താ കുരുവാണോ? കൈ കൊടുത്തല്ല, അവിടെ കയ്യിൽ കയറി പിടിച്ചാണ്. ശരിയാ. എടാ തെണ്ടി, എന്തോ പറ്റിയ അവസര ഇംപ്രസ് ചെയ്യാൻ. ഇറങ്ങിക്കോ. ഈ ഗൗരി നന്ദന നിനക്ക് അറിയില്ല.
നിക്കടവിടെ. ലവ സമ്മതിക്കൂല. ഇനി എന്താ നിനക്ക്? അവക്ക് ഈ ചേട്ടനുള്ളപ്പോ വേറെ ആരും ആ സ്ഥാനം ഏറ്റെടുക്കണ്ട. ഞാൻ ഫ്രണ്ടില്, നിങ്ങള് ബാക്കില്. കമോൺ ഗൈസ്, ഫോളോ മീ. അതെവിടുന്നാ പടക്കം പൊട്ടിയേ? ഗൈസ് സ്റ്റോപ്പ്, അത് പടക്കം പൊട്ടിയതല്ല. അടേങ്കപ്പ, ഇവളെന്താടാ ജാക്കി ജാൻ ഉണ്ടായതാണോ? ഇന്നലെ ചച്ചുവിന്റെ കയ്യിൽ ഒതുങ്ങിയത് നന്നായി. അല്ല എന്റെ കാര്യം ഓർക്കാൻ കൂടി വയ്യ. ഷേ, പെട്ടെന്ന് തീർന്നുപോയി. ദാണ്ട ഇങ്ങോട്ട് വരുന്ന രണ്ടെണ്ണം. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് ഇതുവഴി ഇങ്ങനെ പോയപ്പോഴേ ജഗ്ഗൂനിങ്ങനെ പശുവിനെ കാണുന്നു പറഞ്ഞപ്പോ ചുമ്മാ ഇതുവഴി. സത്യം പറ, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതല്ലേ? എന്തിന്? സത്യമായിട്ട് എനിക്ക് പുഷ്പടന്റെ പശുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നെയാ. അല്ല, ആരാ ചച്ചു അത്? ഏത്? ആ കൈ കയറി പിടിച്ചവൻ. അത് ശരി, എല്ലാം കണ്ടിട്ടാണോ 3 പൊട്ടന്മാരെ നാടകം കാണാൻ ടിക്കറ്റ് എടുത്ത പോലെ നിന്ന് ആസ്വദിച്ചത്? എന്നിട്ട് ഇഷ്ടായോ? നിങ്ങളൊക്കെ ഒരു ഏട്ടന്മാരാണോ? അമ്മ ഇല്ലായിരുന്ന എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? ഇനി എന്ത് കാണാൻ നിക്ക? ഇപ്പൊ കഴിഞ്ഞ നാടകത്തിന് നെക്സ്റ്റ് പാർട്ട് ഉണ്ടാകുമെന്ന് അറിയാനാണോ? ഞങ്ങള് പോവാ. വാടന്നെന്തോ? എടാ ഞാനും, എനിക്ക് വഴി അറിയില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് തരാ. അയ്യോ, എന്നെ കൊലക്ക് കൊടുത്തിട്ട് പോടേ. എന്നെയും കൂടി കൊണ്ടുപോവോ പെങ്ങന്മാരെ? വായോ വായോ. താങ്ക്സ്. എത്ര വയസ്സ് മുതലാ കരാട്ടെ പഠിച്ചേ? 10. ഒമ്പോ, ഒരു ചട്ടമ്പി കല്യാണിയാണ് അല്ലേ? ജഗു ചേട്ടാ, നിർത്തി. ആ, നീ എത്തിയോ? മിണ്ടരുത് രണ്ടെണ്ണം. നിങ്ങളായിട്ട് ഞാൻ ഇനി ഒരു ബന്ധമില്ല. ബൈ. മാമി, ഇത്തിരി കഞ്ഞി. ഉഫ്, എന്നാലും എന്തൊരു ഇടിയായിരുന്നു അല്ലേ? കണ്ട എന്റെ കണ്ണിൽ നേരെ പൊന്നീച്ച പറഞ്ഞു. അപ്പൊ അവന്റെ അവസ്ഥ. ഈശ്വര, ഇത്തിരി ജീവൻ അവന് ബാക്കി കൊടുക്കണേ. നീ എന്തായി ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും എവിടേക്കോ എന്തൊക്കെയൊക്കെയോ ഒരു തകരാറുണ്ട്. കണ്ടുപിടിച്ചോളാം. ഇത് ഇതുവരെ വിട്ടില്ലേ? ചച്ചു 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 ഇവിടെ ഇല്ല. നീ എന്തിനാ അങ്ങനെ പതറുന്നേ? പെട്ടെന്ന് വന്നപ്പോ ഞാൻ പേടിച്ചു പോയതാ. അതിന് ഞാൻ അന്യനൊന്നുമല്ലല്ലോ, ഈ വീട്ടിലുള്ളത് തന്നെയല്ലേ. തനിക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ പോയിക്കൂടെ? ആഹാ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നോ? നിന്റെ മാനേഴ്സ് ഒക്കെ ഇവിടെ. തൽക്കാലം എനിക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിലോ? പോണ്ട, ഇവിടെ നിന്നോ, ഞാൻ പോയിക്കോളാം. നിക്കടിയോടെ. നിനക്കെന്തൊരു കള്ളത്തരം. കയ്യിന്ന് വിടടോ. ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. തനിക്ക് നാണല്ലേ? ഇല്ല, ആ പറഞ്ഞ സാധനം എനിക്ക് തീരെ ഇല്ല. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. കയ്യിന്ന് മര്യാദയ്ക്ക് കിട്ടോ? ഇല്ല, നീ എന്ത് ചെയ്യും? തല്ലോ? നീ തല്ലുമ്പോ എന്റെ കൈ മാങ്ങോറിക്കാൻ പോകുന്നില്ല. നീ എന്താ വിചാരിച്ചേ? എല്ലാ ചെക്കന്മാരും ശ്രീരാജിനെ പോലെയാണോ? എനിക്കറിയാം നല്ല നാടൻ പ്രയോഗങ്ങളൊക്കെ. വെറുതെ എന്റെ അടുത്ത് വിളച്ചിലെടുക്കാൻ തീർക്കും. പെണ്ണാണെന്നും ഞാൻ നോക്കൂല. എനിക്ക് വേദനിച്ചാലേ അങ്ങോട്ട് തരാനും അറിയാം. കേട്ടോടി. നീ എന്ത് ധൈര്യത്തിലാണ് എന്നെ തല്ലിയേ? ഞാൻ അങ്ങനെയൊന്നും മറക്കൂല. ഇയാളെ കൈ വിട്ടേ, എനിക്ക് വേദനിക്കുന്നുണ്ട്. ചച്ചന്റെ ചേട്ടനൊന്നും ഞാൻ നോക്കൂല കേട്ടോ. അടങ്ങുമായെന്നെ എന്നെ നീ അതിനവള് ചേട്ടനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എന്താ ഞാൻ ഈ കാണുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്താടി? എന്താ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടി. ഇയാളിത് കൊളാക്കും. ഇതൊന്ന് തല്ലി നോക്കടി. ഇത്ര മതിയോ ചേട്ടാ? സ്വാമി ശരണം. ആ ലെഫ്റ്റിൽ താഴോട്ടുള്ള വഴിയാ, അതുവഴി ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ പെങ്ങളെ, ബൈ. ആ,
എന്താണ് പല്ല് പോയോ എന്തോ. ആ കിട്ടിയില്ലേ, കണ്ടില്ലേ. നീ ആരോടും പറയാനൊന്നും നിക്കണ്ട. ഏയ് ഞങ്ങൾ ആരോട് പറയാനാ അല്ലേ ജഗ്ഗുചേട്ടാ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര എണ്ണം പറന്നു? ഓഹോ, റിവെഞ്ച് എടുക്കുവാണല്ലേ? പോടാ, എന്റെ ആത്മാവ് ഒരു തെറിച്ചുപോയി. ഉഫ്, എന്തൊരടിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞേ വേണ്ടാന്ന്. ഞാൻ വേണേ ഒരു സ്വാമീനെ വിളിക്കാം. എന്തിന്? ആ പോയ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ. പിന്നെ എല്ലാരും സമയമൊന്നും നോക്കാലോ. അതിന് സ്വാമീനെ വിളിക്കണ്ട നീ, ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരത് എനിക്കറിയില്ല, പക്ഷെ നിന്റെ സമയം വളരെ വളരെ മോശ. ഓക്കെ ബൈ, ഞാൻ താഴോട്ട് പോവാ. ജഗ്ഗു നീ വരുന്നുണ്ടോ? ഞാനും ഉണ്ടേ. ഇവിടെ അധികം നിന്ന് ശരിയാകൂല. എല്ലാരും വന്നല്ലോ അല്ലേ? അല്ല കിച്ചു ഇവിടെ? ദാ വരണു വരണു. എന്താ കിച്ചോ നിന്റെ മുഖത്തൊരു തിളക്കം? ശരിയാണല്ലോ, നല്ല തക്കാളിക്കുട്ടനെ പോലെ ഉണ്ട്. എന്താണോ നീ ചെയ്തേ? ആരേലും സെറ്റായോ നീ? അതൊന്ന് അടി തെറ്റിയതാ. എന്ത്? അതായത് മാമി, ഓ ഒന്നുമില്ല. വേഗം ഇത്തിരി ചോറ് തരും ഒന്ന്. വെറുതെ അല്ല മുഖം ചുവന്നിരിക്കുന്നത്, ചോരത്തിളപ്പിന്റെയാ. ഇവനൊക്കെ അല്ലെങ്കിലും ആര് സെറ്റാവാനാ? പിന്നല്ലാണ്ട് ഈയിടെ കുറച്ച് കൂടുതലവന്, അങ്ങനെ കിട്ടിയതാ. അതെ, നല്ല ക്ഷീണുണ്ടല്ലോ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ ചേട്ടാ? കഞ്ഞി നിന്റെ. കിച്ചു, അച്ഛാ, നിങ്ങൾ എന്ത് കണ്ടിട്ട് ഈ സാധനത്തിന് സെലക്ട് ചെയ്തേ? സാധനം സൗന്ദര്യം? ഇല്ല. വിദ്യാഭ്യാസം? അതുണ്ട്. അച്ഛന് തീരെ പ്രൊഡക്റ്റ് സെലക്ഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇത് കടന്ന് അനുഭവിക്കുന്നത്. ഉഫ്. കഴിച്ചിട്ട് പോടാ. എനിക്ക് വേണ്ട. എന്റെ ചോറ് കൂടി ദേ ഈ കുരുട്ടടക്കേക്ക് കൊടുക്ക്. അവക്ക് വേണ്ട ഇതേ അവിടെ ഇരിക്കുന്ന 3 ഉണ്ടല്ലോ, അതിന് ഉരുട്ടി കൊടുക്ക്. കളിയാക്കാൻ നല്ല ആരോഗ്യം വരട്ടെ. എന്തൊരു കൊതുക ഇത്. ഈ കൊതുകിലൊക്കെ എന്റെ ചോര മാത്രമേ കുടിക്കാനുള്ളൂ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾക്കൊക്കെ മറ്റേ പെണ്ണിന്റെ അടുത്ത് പോയി കൂടെ? എല്ലാത്തിനെയും ഞാനിന്ന് കൊല്ലും. ഇവിടെ എന്റെ ഗുഡ് നൈറ്റ്. എന്റെ പല്ല്. എടീ സാമദ്രോഹി മായനന്ദേ, നീ നോക്കിക്കോടി. ഇനി അങ്ങോട്ട് നിന്റെ കാലം ഞാനാണ്. വലിയ കാലാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ളതിന്റെ ഹുങ്കല്ലടി നിനക്ക്. നിനക്കറിയാത്ത കൊറേ അടവ് എനിക്ക് അറിയാടേ. വെയിറ്റ് ആൻഡ് വാച്ച്.